ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയങ്കരനായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. താൻ അടുത്തിടെ നടത്തിയ ചില പരാമർശങ്ങൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് താരം. ജിയോ സ്റ്റാർ ഷോയിൽ സംസാരിക്കവെയാണ് താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സഞ്ജു അത്യന്തം വ്യക്തതയോടെ വിശദീകരിച്ചത്. കളിയോടുള്ള തന്റെ വ്യക്തിപരമായ സമീപനം പങ്കുവയ്ക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അല്ലാതെ ഒരു തരത്തിലുള്ള വിവാദങ്ങളും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മലയാളി താരം വ്യക്തമാക്കി. അനാവശ്യമായ താരതമ്യങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ട് തന്റെ നിലപാടുകൾ സഞ്ജു വ്യക്തമാക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലും കായിക ലോകത്തും ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഇന്ത്യൻ ടീമിലെ മറ്റു താരങ്ങളുമായി സഞ്ജുവിനെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ തന്റെ നിലപാട് തികച്ചും വ്യക്തമാണെന്ന് സഞ്ജു ആവർത്തിച്ചു. സഹതാരങ്ങളുമായുള്ള മത്സരം. സ്വന്തം ഡ്രസ്സിംഗ് റൂമിലെ സഹതാരങ്ങളുമായി മത്സരിക്കുന്നതിൽ തനിക്ക് യാതൊരു താല്പര്യവുമില്ലെന്ന് സഞ്ജു ഊന്നി പറഞ്ഞു. എതിരാളികൾക്ക് എതിരെയുള്ള പ്രകടനം. ടീമിന് മുന്നിലുള്ള എതിരാളികൾക്കെതിരെ കൃത്യമായ പ്രകടനം പുറത്തെടുക്കുന്നതിലും നിർണായകവും പ്രധാനപ്പെട്ടതുമായ മത്സരങ്ങളിൽ ടീം ഇന്ത്യ വിജയത്തിലെത്തിക്കുന്നതിലുമാണ് തന്റെ ശ്രദ്ധ എപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥ പ്രചോദനം. സ്വന്തം ടീമിലെ കളിക്കാരുമായി തന്നെ താരതമ്യം ചെയ്യുന്നതിനേക്കാൾ എതിർ ടീമിനെ പരാജയപ്പെടുത്തുകയും അവരെ തോൽപ്പിച്ച് കപ്പ് നേടുകയും ചെയ്യുന്നതിൽ നിന്നാണ് തനിക്ക് കളിക്കാനുള്ള യഥാർത്ഥ പ്രചോദനം ഉണ്ടാകുന്നത്. ഘടകം. മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത് സഞ്ജു സാംസന്റെ യഥാർത്ഥ നിലപാട്. ഉദ്ദേശം അഹങ്കാരവും വിവാദ പ്രസ്താവനകളും. കളിയോടുള്ള വ്യക്തിപരമായ സമീപനം പങ്കുവയ്ക്കൽ. മത്സരബുദ്ധി. സഹതാരങ്ങളോടും ടീമിലെ സ്ഥാനത്തോടുമുള്ള മത്സരം. എതിർ ടീമിനെ തോൽപ്പിക്കുന്നതിലും ടീം വിജയത്തിലും മാത്രം ശ്രദ്ധ. ഉപദേശങ്ങൾ. ഗൈഡൻസ്. ആരുടെ ഉപദേശം ആവശ്യമില്ലെന്ന മനോഭാവം. സ്വതന്ത്രത്തോടെയും ആത്മവിശ്വാസത്തോടെയും കളിക്കാനുള്ള ആഗ്രഹം. മനോഭാവം. അനാവശ്യ വാശി. ക്രിക്കറ്റിലെ ഉയർച്ച താഴ്ചകളെ സ്വാഭാവികമായി കാണുന്ന പക്വത. ടേണിംഗ് പോയിന്റ്. ന്യൂസിലൻഡ് പര്യടനം. ഈ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് താൻ എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ചുള്ള സഞ്ജു ബിലീവ് ഷോയിൽ വിശദീകരിക്കുകയുണ്ടായി. ലോകകപ്പിന് തൊട്ടുമുമ്പ് നടന്ന ഇന്ത്യയുടെ ന്യൂസിലൻഡ് പര്യടനത്തിന് ശേഷമാണ് തന്നിൽ ഇത്തരമൊരു ചിന്താഗതിയും മാനസികാവസ്ഥയും വികസിച്ചതെന്ന് സഞ്ജു വെളിപ്പെടുത്തി. മാറിയ മനോഭാവം. ന്യൂസിലൻഡ് പര്യടനത്തിന് ശേഷം കളിയെ സമീപിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു. പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്കോ അനാവശ്യ പ്രതീക്ഷകൾക്കോ വഴിപ്പെടാതെ ശാന്തമായ മനസ്സോടെ മൈതാനത്തിറങ്ങാൻ ഈ മനോഭാവം സഹായിച്ചു. വരാനിരിക്കുന്ന എല്ലാ മത്സരങ്ങളെയും ഇതേ ശാന്തതയോടും വ്യക്തതയോടും കൂടി കളിക്കുന്നത് തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കൂട്ടിച്ചേർത്തു. നേരത്തെ സഞ്ജു നടത്തിയ "എനിക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുടെ ആവശ്യമില്ല" എന്ന രീതിയിലുള്ള പരാമർശം വലിയ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരുന്നു. മുതിർന്ന കളിക്കാരെയോ കോച്ച്മാരെയോ ബഹുമാനിക്കാത്ത മനോഭാവമാണ് സഞ്ജുവിൻ്റെതെന്ന തരത്തിലായിരുന്നു പ്രചാരണങ്ങൾ. എന്നാൽ ഇതിന്റെ യഥാർത്ഥ സഞ്ജു വെളിപ്പെടുത്തി. സ്വതന്ത്രമായ കളിശൈലി. ആ പ്രസ്താവന ആരെയും അവഹേളിക്കാനോ തള്ളിക്കളയാനോ ഉള്ളതായിരുന്നില്ല. മറിച്ച് കളിക്കളത്തിൽ അനാവശ്യ ചിന്തകളില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പന്തുകളെ നേരിടാനുള്ള തന്റെ ആഗ്രഹത്തെയാണ് അത് പ്രതിഫലിപ്പിച്ചത്. ഉയർച്ച താഴ്ചകൾ സ്വാഭാവികം. ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിൽ ഫോമില്ലായ്മയും ഉയർച്ചകളും താഴ്ചകളും തികച്ചും സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരാജയങ്ങളെ ഭയന്ന മനസ്സിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം കഴിവിൽ വിശ്വാസം. ഗ്രീസിലിറങ്ങുമ്പോൾ സ്വന്തം സ്വാഭാവിക കളി പുറത്തെടുക്കുക എന്നതാണ് പ്രധാനം. അവിടെ അനാവശ്യ കർക്കശ്യങ്ങളോ അമിത ചിന്തകളോ കൊണ്ടുവരുന്നത് കളിയെ സ്വതന്ത്രത്തെ ബാധിക്കും. കരിയറിന്റെ നിലയിലെ ഘട്ടത്തിൽ സഞ്ജു പുലർത്തുന്ന ഈ പക്വതയും യാഥാർത്ഥ്യബോധവും ശ്രദ്ധേയമാണ്. സെലക്ടർമാരുടെ തീരുമാനങ്ങളെക്കുറിച്ചോ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകളെക്കുറിച്ചോ ആകുലപ്പെടാതെ ഗ്രീസിൽ ആസ്വദിച്ച് ബാറ്റ് ചെയ്യാനാണ് സഞ്ജു ആഗ്രഹിക്കുന്നത്. ആരാധകരുടെയും മാധ്യമങ്ങളുടെയും വലിയ പ്രതീക്ഷകളുടെ ഭാരം തലയിലേറ്റാതെ സ്വതന്ത്രമായി ബാറ്റ് വീശുന്ന സഞ്ജു സാംസൺ ഏതൊരു എതിരാളിക്കും വലിയ ഭീഷണിയായിരിക്കും എന്നതിൽ സംശയമില്ല. ടീമിലെ സ്ഥാനത്തേക്കാൾ ഉപരിയായി ടീമിന്റെ വിജയത്തിന് മുൻഗണന നൽകുന്ന ഇത്തരം കളിക്കാരാണ് ഏതൊരു ടീമിന്റെയും യഥാർത്ഥ കരുത്ത്. മാധ്യമങ്ങൾ സൃഷ്ടിച്ച വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതിലൂടെ സഞ്ജു സാംസൺ തന്റെ ചിന്തകളിലെ വ്യക്തതയാണ് വെളിപ്പെടുത്തിയത്. ആരെയും കുറ്റപ്പെടുത്താതെ സ്വന്തം കളിയെയും വ്യക്തിത്വത്തെയും കൃത്യമായി അടയാളപ്പെടുത്താൻ സഞ്ജുവിന് സാധിച്ചു. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഈ പക്വതയോടെയും ആത്മവിശ്വാസത്തോടെയും താരം ഇന്ത്യക്കായി തകർപ്പൻ പ്രകടനങ്ങൾ പുറത്തെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജു സാംസന്റെ ഈ പുതിയ തുറന്നു പറച്ചിലിനെയും അദ്ദേഹത്തിന്റെ കളിശൈലിയെയും നിങ്ങൾ എങ്ങനെ കാണുന്നു? സ്വന്തം ടീമിലെ സ്ഥാനത്തിനായുള്ള പോരാട്ടത്തെക്കാൾ എതിരാളികളെ തോൽപ്പിക്കുന്നതിലാണ് ശ്രദ്ധ എന്ന് പറഞ്ഞ സഞ്ജുവിന്റെ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള വിശ്വസനീയവും രസകരവുമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങൾ സ്പോർട്സ് വിത്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.